യെസ്, മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ വനിതാ സംവരണ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ പ്രതിപക്ഷം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നു. ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാനുള്ള തീരുമാനമെടുക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും പാർലമെന്റിൽ ശക്തമായി നേരിടുമെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറയുന്നു. ലോക്സഭാ സീറ്റെണ്ണം മാറ്റാതെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് കെ.സി. വേണുഗോപാലും ആവശ്യപ്പെടുന്നു. ആ നിലക്ക് വനിതാ സംവരണ ബിൽ ഒളിയജണ്ട ലക്ഷ്യം വെച്ചുള്ളതാണെന്ന കൃത്യമായ ഒരു കണക്ക് കൂട്ടലിൽ ഇന്ത്യ സഖ്യം എത്തുമ്പോൾ ഐക്യത്തോടെ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന് നാളെ പാർലമെന്റിൽ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അത് തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ജിംസ്, ഇത് വനിതാ സ്നേഹമല്ല എന്നൊരു കൃത്യമായ വിലയിരുത്തൽ ഇന്ത്യ സഖ്യം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ കണ്ടത് നാളിതുവരെ ഇന്ത്യ സഖ്യം പൂർണ്ണമായി ഐക്യത്തോടെ ഒരുമിച്ച് കൂടിയ ഒരു ചിത്രം അടുത്ത കാലത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒറ്റക്കെട്ടായി ഇന്ന് ഖർഗെയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ ഈ ഐക്യവും ഈ ഒറ്റക്കെട്ടായി നാളെ പാർലമെന്റിൽ ഇതേ രീതിയിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നലുണ്ട്. അല്ല, ഇവിടെ ആകെ ചെയ്യാൻ കഴിയുന്നത് പ്രതിപക്ഷത്തിന്, ഇന്ത്യ സഖ്യത്തിന് ചെയ്യാൻ കഴിയുന്നത് നാളെ പാർലമെന്റിൽ ഹാജരായി ഈ ഭരണഘടനാ ഭേദഗതി നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഹാജരായ MP-മാരുടെ 3-1 പേരുടെ പിന്തുണ വേണം ഇത് ഭരണഘടനാ ഭേദഗതി പാസ്സാവാൻ. അപ്പോൾ ആരൊക്കെ ആബ്സെന്റ് ആവും എന്നുള്ളതാണ് പ്രധാനം. ആബ്സെന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലത്തിനിടയ്ക്ക് ഈ പ്രത്യേക ലോക്സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്, പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ദുരൂഹമാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം MP-മാരുൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ്. തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എല്ലാം പ്രചാരണം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നമുക്കിത് ചർച്ച ചെയ്യാമെന്നോ അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യം എന്താണ് ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. കാരണം വനിതാ സംവരണ ബില്ല് എത്രയോ വർഷമായിട്ട് പല സർക്കാരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ സർക്കാർ തന്നെ 2-3 വർഷം മുമ്പ് വീണ്ടും അത് കോയിൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നിരിക്കെ വളരെ പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വ്യത്യസ്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നമുക്കിത് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ദുരൂഹം തന്നെയാണ്. അതിലോട് ഒരു ജനാധിപത്യ ബോധവുമില്ല. അത് സോണിയാഗാന്ധി ഈ വിഷയത്തിൽ പലപ്പോഴായി വിവിധ ദേശീയ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ ആരോപിക്കുന്ന കാര്യം അതുതന്നെയാണ്. എന്താണ് ഈ അർജൻസിയുടെ കാരണം എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള കൺസേൺ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ട്. അവരത് പല ഘട്ടങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ അവരുടെ പ്ലാൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ വനിതാ സംവരണമാണോ അവരുടെ ലക്ഷ്യം, അതല്ല ഡീലിമിറ്റേഷൻ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഡീലിമിറ്റേഷൻ എന്തിന് നിർത്തിവെച്ചു എന്നൊരു ചോദ്യം, ആ ചോദ്യം രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയാണ് അത് നിർത്തിവെച്ചത്. നമുക്കറിയാം 25 വർഷത്തേക്ക്. 25 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു 25 വർഷത്തേക്ക് അത് നീട്ടുകയായിരുന്നു. 2026 അതിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തൊരു കൺസെൻസ് രൂപപ്പെടേണ്ടതുണ്ട്. ഒരു കുറഞ്ഞ പക്ഷം ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇനി എന്ത് നീക്കം വേണമെന്ന് പ്രധാനമന്ത്രി മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ. അതേക്കുറിച്ച് ഒരു ടോക്കുമില്ല. ചർച്ചയൊക്കെ വേണമെങ്കിൽ പാർലമെന്റിലേക്ക് പോകാം, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. എന്നിട്ട് പാർലമെന്റിൽ നിന്ന് ചർച്ച ചെയ്യാറുണ്ടോ? പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാതെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ അട്ടിമറിക്കും എന്ന് ഭയക്കുന്ന, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം മാത്രമല്ല ഫെഡറൽ ഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന് ഭയക്കുന്ന ഒരു ഭേദഗതിയെ വളരെ പുഷ്പം പോലെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അവതരിപ്പിക്കുന്ന പോലെ ഈ ബില്ല് എത്ര MP-മാർ വായിച്ചിട്ടുണ്ടാവും? ഈ ബില്ല് എത്ര പേര് പുറത്തു വന്ന് കണ്ടിട്ടുണ്ടാവും? അതേക്കുറിച്ച് ചർച്ച നടക്കണ്ടേ, പുറത്ത് ചർച്ച നടക്കണ്ടേ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണ്ടേ, എന്നിട്ടല്ലേ പാർലമെന്റിൽ ചർച്ച ചെയ്യുക? അപ്പോൾ ഇതേക്കുറിച്ച് ഒരു തരത്തിലുള്ള അവധാനതയും ഇല്ലാതെ ഇത് നടപ്പാക്കാൻ പോവുകയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്ന് MK സ്റ്റാലിൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കുകയും അതുവഴിയുണ്ടായ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായ സംസ്ഥാനങ്ങളാണിത്. അവരെ സംബന്ധിച്ച് അവർക്കതൊരു ശിക്ഷയായിരിക്കും. മറിച്ച് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ബീഹാർ, UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങൾക്ക് ഇത് ഗുണകരമാവുകയും ചെയ്യും. അതുവഴി അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് BJP ഗുണകരമാവും. BJPയുടെ MP-മാരുടെ എണ്ണം കൂടും പാർലമെന്റിൽ. പിന്നീട് ഒരിക്കലും, അതായത് അമിത്ഷാ 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അമിത്ഷാ RSSന് കൊടുത്തൊരു വാക്കുണ്ട്, 50 വർഷത്തേക്ക് BJP ഭരിക്കുമെന്നൊരു വാക്ക്. അമിത്ഷാ തന്നെ അത് പുറത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 50 കൊല്ലം ഭരിക്കും. എങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നീക്കമാണോ ഇത് എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കും. യെസ് നൗഫൽ, വലിയ ദുരൂഹതയും സംശയങ്ങളും ഉയരുന്നൊരു ഘട്ടം. രണ്ടാം മോദി സർക്കാരിനെ പോലെയല്ല, ഇപ്പോൾ കുറെ കൂടി കരുത്തുള്ളൊരു പ്രതിപക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹതയുടെ ബില്ല് വരുമ്പോൾ അതും വളരെ വേഗത്തിൽ അത് കൊണ്ടുവരുന്നൊരു ഘട്ടത്തിൽ
അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിനപ്പുറത്തേക്ക് കാര്യക്ഷമമായൊരു പ്രതിരോധം തീർക്കാൻ നാളെ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് തോന്നുന്നു. അല്ല, പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ട്രാപ്പ് ശരിക്കും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. കാരണം വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ഒരു മധുരമാണ്. ആ മധുരം പുരട്ടിയ ഒരു കയ്പ് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. വനിതാ സംവരണ ബില്ല് എന്ന് പറയുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്, വനിതകൾക്ക് സംവരണം വേണം, പാർലമെൻറ്റ് നിയമസഭകൾക്ക് കൂടുതൽ അവർക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ളത് നേരത്തെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിനിടക്ക് ഈ മണ്ഡല പുനർനിർണ്ണയം കൂടി നടപ്പിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP പയറ്റുന്നത്. അപ്പോൾ ഇനി നാളെ കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കാം? വനിതാ സംവരണത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് വരിക. അതിനെ കൂടുതലായി ആ ആരോപണത്തെ ശക്തി കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി മുതൽ, നാളെ രാവിലെ മുതൽ NDA ശ്രമിക്കുക, BJP ശ്രമിക്കുക. അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇതിന് കാരണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു റിസൾട്ട് ആയിരുന്നില്ല BJP പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ആ റിസൾട്ട് പോവുകയും വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ നമുക്ക് അധികകാലം തുടരാൻ കഴിയില്ല. 50 വർഷം ഇന്ത്യ ഭരിക്കുക എന്നുള്ള സ്വപ്നം അവർക്ക് പൂവണിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അതിനാകെയുള്ളൊരു മാർഗം ഇതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു. ഒന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുക. രണ്ടാമത്തത് മണ്ഡല പുനർനിർണ്ണയം പരമാവധി വേഗത്തിൽ നടപ്പിലാക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കാലയളവിൽ തന്നെ BJP നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഇതുകൊണ്ട് സംഭവിക്കുന്നത് വലിയ അസമത്വമാണ് രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന എണ്ണക്കുറവ്, പ്രാതിനിധ്യത്തിലുണ്ടാകുന്ന എണ്ണക്കുറവ്, ഒരു പഠന പ്രകാരം കേരളത്തിൽ മാത്രം 20 സീറ്റുള്ള പാർലമെൻറ്റ് സീറ്റുകൾ 12 കുറയുമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും അത് 20-30% കുറയും, കർണാടകയിലും കുറയും. അങ്ങനെ കേരളം, കർണാടക, തമിഴ്നാട് ആകെ 70 സീറ്റുകളൊക്കെ ആകെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 70 സീറ്റുകൾ BJPക്ക് എതിരെയുള്ള സീറ്റുകളാണ്. ഇവർ പാർലമെൻറ്റിൽ പോയി ഈ 850 പേരിൽ ഈ 70 പേര് എന്ത് ചെയ്യാനാണ്? ഒരു ബില്ല് പാസ്സാക്കുന്നതിലോ ഒരു ഭേദഗതിയിലോ ഒന്നിലും ഒരു ശബ്ദവുമാകാതെ പോകുന്ന ഒന്നായി ദക്ഷിണേന്ത്യയുടെ ശബ്ദം മാറും. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്ത് ചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥയാണ്. അതുണ്ടാക്കാൻ പോകുന്ന അരക്ഷിതാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കാതെ എങ്ങനെയാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രമാണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ. ഇനി ഏക സിവിൽ കോഡ് വരാനിരിക്കുന്നു. അതുപോലുള്ള ഇപ്പം ബംഗാൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വനിതകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, നാരീ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്ന സെൻസസ്, ആ സെൻസസ് പ്രകാരമാണ് ഇത് നടപ്പിലാക്കേണ്ടതെന്നും 2034 ഇത് പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതെന്നൊക്കെ 2023 നാരീ ശക്തി എന്തോ സംഗതിയില്ലേ ബില്ല്, അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് കാരണം എന്താണ്? ഇത് മാത്രമാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്ന വലിയൊരു ഭീഷണിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ജിമ്മി, ഇന്നിപ്പോൾ കോൺഗ്രസ് ഒരു സ്ട്രാറ്റജി യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ നാളെ പാർലമെന്റിൽ എടുക്കേണ്ട സ്ട്രാറ്റജിയെക്കുറിച്ച് കൃത്യമായ ഹോംവർക്ക് കോൺഗ്രസ് നടത്തി കാണുമോ? ഇന്ത്യ സഖ്യത്തിന് അതിന് വേണ്ട സമയം കിട്ടിയിട്ടുണ്ടോ? ഈ നാരീശക്തി എന്ന ആയുധം ഇപ്പുറത്തെടുത്തിടുമ്പോൾ അതിന് കൃത്യമായി പൊളിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. 2 സാധ്യതകളാണ് ഞാൻ മുന്നിൽ കാണുന്നത്. നാളെ പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ MP-മാരും അവിടെ ഉണ്ടാകും. 3-2 ഭൂരിപക്ഷം വെച്ച് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 850 സീറ്റിൽ മൃഗീയ ഭൂരിപക്ഷവുമായി വടക്കേ ഇന്ത്യയിലെ MP-മാരുടെ എന്താ പറയുക, മൃഗീയ ഭൂരിപക്ഷത്തിൽ കാര്യങ്ങൾ നടന്നു പോകും. അത് വേണ്ട എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിലെ പ്രാദേശിക പാർട്ടികൾ, കോൺഗ്രസ് MP-മാർ അവരെല്ലാവരും ചേർന്നാണ് ഇതിനെ തടയേണ്ടത്. അതിനിടയ്ക്ക് ആരെങ്കിലും പാലം വലിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാവും. തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പോയി ഇവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറയാം. അതെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം നിന്നാൽ ഇന്ത്യ സഖ്യത്തിന് കൊള്ളാം. പക്ഷേ ഇനി അഥവാ ഈ ബില്ല് പാസ്സായാലോ വളരെ വലിയ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തുകൊണ്ടാണ്? 1960 തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം രാജ്യത്തെ ആകെ വിഘടനവാദത്തിലേക്ക് പോലും നീങ്ങുന്ന രീതിയിൽ ഇപ്പോഴത്തെ സമാധാനം പറയുന്ന DMK, ഇപ്പോൾ ചെറുതായിട്ട് പ്രതിഷേധിച്ചു തുടങ്ങുന്ന DMK,
അന്ന് പറഞ്ഞിരുന്നത് ദ്രാവിഡ രാജ്യത്തെക്കുറിച്ചും ദ്രാവിഡ സങ്കല്പത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയത് 60കളിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കൂടെയാണ്. അതുപോലെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന്, വടക്കേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു അടിച്ചേൽപ്പിക്കൽ വരുന്നു എന്ന് വന്നാൽ വളരെ വലിയ പ്രശ്നങ്ങൾ വടക്കേ ഇന്ത്യക്കെതിരെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതൊരു വലിയ അപകടമല്ലേ? എന്താണ് കാര്യം? കൃത്യമായ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കി. ഇതാണോ തെക്കേ ഇന്ത്യക്കാർ ചെയ്ത കുറ്റം? കൃത്യമായി സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇതാണോ കുറ്റം? കൃത്യമായി സ്കൂളുകളും കൃത്യമായി ആശുപത്രികളും കൊണ്ടുവന്നു. കൃത്യമായി ടാക്സ് അടയ്ക്കുന്നു. ട്രെയിനിൽ കയറിയാൽ കൃത്യമായി ട്രെയിൻ ടിക്കറ്റ് എടുക്കും. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ എക്സ്ചക്കറിലേക്ക് ടാക്സ് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൗത്താണ് കാണാൻ പറ്റുക. ദ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നൊരു പുസ്തകം തന്നെയുണ്ട്. എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയുടെ ചെലവിൽ നോർത്ത് ഇന്ത്യയിലെ ഗോസായിമാർ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യപത്രമാണ്. സൗത്താണ് ഈ നോർത്ത് ഇന്ത്യയെ താങ്ങി നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ സമാധാനം പറഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തിലേക്ക് കാര്യങ്ങൾ പറയാനുള്ളൊരു വലിയ സാഹചര്യമുണ്ട്, അപകടമുണ്ട്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയെ ഞെരിച്ചമർത്തുന്നു എന്ന് പറഞ്ഞ പുതിയ നറേറ്റീവിനും വിഘടനവാദത്തിനുമൊക്കെ ഇത് വഴിതെളിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞ BJPയും RSSും അതുപോലെ തന്നെ അവരുടെ തലപ്പത്തിരിക്കുന്ന മോദിയും അമിത്ഷായും ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും, നമ്മൾ കരുതിയിരിക്കണം. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട രാജ്യമാണ്. രാജ്യത്തെ വിഘടിപ്പിക്കുന്ന, രാജ്യത്തെ പിളർക്കുന്ന ഒരു വലിയ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അപകടമാണ്. എന്താണ് പ്രശ്നം? ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരും എതിരല്ല. അതിനൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ചില നീക്കുപോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പുതിയൊരു വിഷയം വന്നത്. നോർത്ത് ഇന്ത്യ മര്യാദയ്ക്ക് ജനസംഖ്യാ നിയന്ത്രണം നടത്തിയില്ല, സൗത്ത് ഇന്ത്യ നടത്തിയുള്ളൂ. 47 അറിയില്ലായിരുന്നല്ലോ ഈ നോർത്ത് ഇന്ത്യയിലുള്ളവന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇത് ചെയ്യുമെന്ന് നമുക്കറിയില്ലായിരുന്നു. രാജ്യത്തിൻ്റെ എന്നിട്ട് എന്താ പറയുക, ഇപ്പോൾ എല്ലാ തവണയും ബീമാരി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുക ഇതിൽ പല എണ്ണത്തിനെയും. അപ്പോൾ ബീമാരി സ്റ്റേറ്റ്സിൻ്റെ പ്രശ്നം എന്താ? മര്യാദയ്ക്ക് അവിടെ ഒന്നും കാര്യമായ വികസനമില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ മുഴുവൻ അവർക്കാണ് കൊടുക്കേണ്ടത്. കേരളത്തിന് തരില്ല. കേരളം ഒരുപാട് മുന്നോട്ട് പോയി, നമ്മുടെ കുറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി ഈ കാര്യങ്ങളെ മുഴുവൻ അങ്ങനെ ഒരു നോർത്ത് സൗത്ത് വ്യത്യാസത്തോടുകൂടി ആളുകൾ കാണാനുള്ളതിന് ആക്കം കൂട്ടും. ഇത് ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇരിക്കെ തന്നെ പുതിയ സാഹചര്യത്തിൽ ജനസംഖ്യ ഒരു മേഖലയിൽ മാത്രം കുറയുകയും മറ്റൊരിടത്ത് കൂടുകയോ അങ്ങനെ തന്നെ നിൽക്കുകയോ ചെയ്തതിൻ്റെ കുറ്റം എങ്ങനെയാണാകുക? അപ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പൊക്കെ മനസ്സിലാവണമെങ്കിൽ, രാജ്യം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, രാജ്യം നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ അഭിമാനത്തിൻ്റെയും ആവശ്യകതയുമാണെന്ന് മനസ്സിലാകുമെങ്കിൽ ഈ പണിക്ക് കേന്ദ്രം പോകില്ല. പക്ഷേ അത് പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം നാളെ എല്ലാവരും പാർലമെൻറ്റിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോദിക്ക് ഈ ബില്ല് പാസ്സാക്കലിൻ്റെ 7 അയലത്ത് പോലും വരാൻ പറ്റില്ല. യെസ്, അപ്പോൾ വനിതാ സംവരണ ബില്ലിന് പിറകിലെ കെണി കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം പുറത്തു വന്ന നേതാക്കളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നാളെ സഭയിൽ കൂടി കാണണം. എന്തായാലും FCRA ബില്ല് വന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ പോലും മുഴുവൻ MP-മാരും അന്നന്ന് രാത്രി ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലെത്തിയ ഒരു പ്രത്യേക ചിത്രം നമ്മൾ കണ്ടതാണ്. ആവേശം നാളെയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാത്തിരുന്നു കാണാം. വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി എണ്ണാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ പല നിലക്കുള്ള കൂട്ടലും കിഴിക്കലുകളുമാണ്. വലിയൊരു ആത്മവിശ്വാസം BJP ക്യാമ്പിൽ കാണുന്നില്ല. വലിയ പ്രതീക്ഷ വെച്ച A-ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും ജയിക്കാൻ കഴിയില്ല എന്ന് ഇന്ന് കോർ കമ്മിറ്റി വിലയിരുത്തുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അത് മുതലെടുക്കാൻ പക്ഷേ BJPക്ക് കഴിഞ്ഞില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അജിംസ്, ഇക്കുറിയും പച്ചതൊടില്ലേ BJP? അല്ല, ആ വിലയിരുത്തൽ എത്രമാത്രം ശരിയാണെന്ന് റിസൾട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പച്ചൊടുവില്ല എന്നുള്ളത്. പൊതുവെ നമ്മൾ കാണുന്നത് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം വളരെ പ്രധാനമായൊരു ലീപ്പ് നടത്തിയിരുന്നു. ലീപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ത്രഷോൾഡ് മറികടന്നുകൊണ്ടുള്ള വോട്ട് പെർസെൻറ്റേജ് അവർ നേടി. അതിന് പ്രധാനപ്പെട്ട കാരണം BDJS എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി NDA മുന്നണിയിൽ വരികയും അത് സംസ്ഥാനത്തെ വോട്ട് ബാങ്കിൽ ഒരു ഇളക്കം ഉണ്ടാക്കുകയും ചെയ്തെന്നുള്ളതാണ്. പ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥി BDJS സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് വരുന്നു. ചില മണ്ഡലങ്ങളിൽ അങ്ങനെ വലിയ തോതിൽ ഒരു ത്രഷോൾഡ് മറികടന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മോദി വന്നു 2 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിർണായക ശക്തിയാവാൻ പോവുകയാണ്. പക്ഷേ പിന്നീട് നാം കാണുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലാവട്ടെ BJPക്ക് ആ പ്രകടനം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ താഴേക്ക് പോവുകയാണ് ചെയ്തത്. 2021 ഗണ്യമായി BJP വോട്ടുകൾ NDA വോട്ടുകൾ കുറയുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതേക്കുറിച്ച് ഈ BJP ക്യാമ്പിൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായൊരു തരം അവിശ്വാസം സംഘപരിവാർ അണികൾക്കിടയിൽ വർദ്ധിച്ചു വന്നു. ഇവരൊക്കെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, വെറുതെ മത്സരിച്ച് തോറ്റു കൊടുക്കുകയാണ്, ഇഷ്ടംപോലെ ക്യാഷ് വരും മോദിയായി നിന്ന്, അതൊക്കെ വാങ്ങിച്ച് ഇവർ പുട്ടടിക്കുകയാണ് എന്ന് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ
രൂക്ഷമായ എതിർപ്പും വിമർശനവും എന്ന് മാത്രമല്ല BJP എന്ന പാർട്ടി അവർ KJP എന്ന് വിളിക്കാൻ തുടങ്ങി. കേരള ജനതാ പാർട്ടിയാണിത്. ഇവർക്ക് മറ്റേ BJP ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇത് വേറെ തന്നെ സാധനമാണ്. ഇവരൊന്നും മോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയ ആനുകൂല്യങ്ങൾ ഒന്നും മുതലെടുക്കാൻ കഴിയാത്ത കഴിവ് കെട്ട ഒരു നേതൃത്വമാണ് എന്ന വിമർശനം അതിരൂക്ഷമായിരുന്നു. അത് ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആവട്ടെ, കുമ്മനത്തിനെതിരെ ആവട്ടെ, സുരേന്ദ്രനെതിരെ ആവട്ടെ, എല്ലാവരെയും ഒരേപോലെയാണ് അവർ ആക്രമിച്ചുകൊണ്ടത്. അതായത് സംഘപരിവാർ അണികൾക്ക് ഇവരെ വിശ്വാസമില്ല എന്ന നിലയിലെത്തിയപ്പോഴാണ് ഒരു ഏലിയൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലേക്ക് നിയോഗിക്കുന്നത്. അദ്ദേഹം നിയുക്തനായപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ച ഒരു കാര്യം, കേരളത്തിൽ BJP പിന്തുണയ്ക്കുന്ന ഒരു എലീറ്റ് മധ്യവർഗ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇദ്ദേഹം സ്വീകാരനാവുകയും പോയ ആ വിശ്വാസം തിരികെ വരികയും വോട്ട് തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതായിരുന്നു. അത് ഒരു പരിധി വരെ ശരിയാണ് നമ്മൾ തെളിഞ്ഞത്. ആ ഒരു ഇത് തെളിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചു. അതായത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ട് നേട്ടം, അത് LSC തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയ നേട്ടം. പക്ഷേ ഇത് ഒരു ഓൾ കേരള പ്രതിഭാസമായി. രാജീവ് ചന്ദ്രശേഖരന് ഒരു പാൻ കേരള അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളൊരു നിർണായക ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇതിന് തൊട്ട് മുമ്പ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞങ്ങളുടെ ശ്രദ്ധ LSC തെരഞ്ഞെടുപ്പിലാണ്, ഞങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീടാണ് അവർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തിയത്. ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തവണത്തെ സ്കോഡ് നോക്കുക, BJPയുടെ സ്കോഡ് നോക്കുക, BJPയുടെ മാത്രമല്ല മൊത്തം ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുക. അവർ ഈ തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ആ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ 2020 പോലൊരു പാർട്ടി കൊണ്ടുവരുന്നു. ആ പാർട്ടി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറേ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നു. അവരുടെ തമാശകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ. ഇൻസ്റ്റ തുറന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രചാരണ സമയത്തുള്ള തമാശകളാണ്. ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു, കാട്ടിക്കൂട്ടുന്നു. ഭയങ്കര അതല്ല, സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ടായിരുന്നില്ല, കോമഡി പീസായി മാറിയിരിക്കുകയാണ്. വോട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് തന്നെ അത് കോമഡി പീസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രവുമല്ല, ഈ BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ പോലും ഘടകകക്ഷികൾക്ക് കൊടുത്തത് A ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ സീരിയസ് ആയിട്ടാണ് സ്ഥാനാർത്ഥികൾ പ്ലേസ് ചെയ്തെന്നുള്ളൊരു ചോദ്യം. ഇനി സാധ്യതയുള്ള മറ്റു കുറേയധികം മണ്ഡലങ്ങളുണ്ട്. BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെത്ര സീരിയസ് ആയിട്ട് ആ തെരഞ്ഞെടുപ്പ് കണ്ടു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, കേരളത്തിലെ BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായി വന്നിരുന്ന ആ വിശ്വാസം നീക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ, അതല്ല രാജീവ് ചന്ദ്രശേഖറും മറ്റൊരു KJP പ്രസിഡന്റായി മാറുമോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വെളിയിൽ വരിക. അത് വളരെ എക്സിസ്റ്റൻഷ്യലാണ്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കേരളം RSSന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ്. 1925 മുതൽ തന്നെ RSS ശാഖകളുള്ള ഒരു സംസ്ഥാനമാണിത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് വലിയ തോതിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നുകൂടി ഓർക്കുക. RSS കഴിഞ്ഞ 100 വർഷമായി പണിയെടുക്കുന്ന ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനങ്ങളൊന്നായ കേരളത്തിൽ BJPക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് RSSനെ സംബന്ധിച്ച് ക്ഷീണമാണ്. അപ്പോൾ അവർ പല രീതിയിൽ പലതരം സമവാക്യങ്ങൾ, പലതരം പരീക്ഷണങ്ങൾ മാറി മാറി പരിശോധിക്കുന്നു. കേരളത്തിലെ പ്രത്യേകമായ ഡെമോഗ്രഫി അനുസരിച്ച് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായം കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞാണ് K. സുരേന്ദ്രൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി അവർ ആകർഷിക്കാൻ നോക്കിയത്. അത് അട്ടപട്ടലം പൊളിയുന്ന കാഴ്ചയാണ് FCRA ഭേദഗതി നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണവും പരാജയപ്പെടുന്നു. വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറയുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഒരു തരത്തിലും ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ RSSന്റെ അടുത്ത കേരള പ്രൊജക്ട് എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടി വരും. അത് ചെറിയ കാര്യമല്ല. ജിമ്മി, അടിത്തട്ടിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടാനായെങ്കിൽ കൂടിയും വോട്ട് വിഹിതത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വർധനവും BJPക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ തുടർച്ച തന്നെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും രണ്ട് രീതിയിലാണ് BJPക്ക് വളർച്ചയ്ക്കുള്ള സാധ്യതകളുള്ളത്. വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗാണ് ഒരു പ്രധാനപ്പെട്ട മത്സരിക്കുന്ന BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ മത്സരിക്കുന്ന പാർട്ടിയെങ്കിൽ ഇവിടെ കോൺഗ്രസ് ആണ് UDFന്റെ ഭാഗത്ത്. ഇപ്പോൾ നയമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഇപ്പോൾ ചിത്രത്തിലില്ല, അതുപോലെ തന്നെ കഴക്കൂട്ടം, ഈ രണ്ട് സ്ഥലങ്ങളിലെയും കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി ഹിന്ദു സ്ഥാനാർത്ഥി. വടക്കൻ കേരളത്തിലാണെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. ഹിന്ദു സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും, അപ്പർ ക്ലാസ് വോട്ട് എത്ര പിടിക്കും, BJPയുടെ വോട്ട് എത്ര പിടിക്കും എന്നതനുസരിച്ചിരിക്കും CPM ജയിക്കാനുള്ള സാധ്യത. നേമത്തും വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും കഴിഞ്ഞ തവണ ഇടതുപക്ഷമാണ് ജയിച്ചത്. ഇത്തവണ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ വോട്ടൊന്നും നേടിയില്ല, പക്ഷേ സർക്കാർ അനുകൂല തരംഗമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ സർക്കാർ ഇതിന് തരംഗമാണ്. അപ്പോൾ ഒന്നെങ്കിൽ CPM ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കും. നേമത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഒന്നെങ്കിൽ BJP ജയിക്കും, അല്ലെങ്കിൽ
CPM ജയിക്കുന്ന സ്ഥലത്ത് BJP കോൺഗ്രസ് എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ വിചാരിക്കുന്നത് ഇനി കോൺഗ്രസ് കാര്യമായി വോട്ട് പിടിച്ചാൽ പോലും CPM ജയിക്കാനുള്ള സാധ്യത കുറയും. അതിൻ്റെ കാരണം സർക്കാർ വിരുദ്ധ വോട്ടുകളാണ്. അത് അവർക്ക് കഴിഞ്ഞ തവണ വ്യത്യസ്തമായി ഇത്തവണ നഷ്ടപ്പെടും. CPM തോക്കാനാണ് സാധ്യത. ഈ 2 സീറ്റുകൾ BJPക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ ഇപ്പോഴും മുന്നിൽ വയ്ക്കുന്നു. അല്ലെങ്കിൽ BJPക്ക് അകത്തുനിന്ന് അടിവലി ഉണ്ടായിക്കാണും. നൗഫൽ, രാജീവ് ചന്ദ്രശേഖറും പരാജിതനായ സൈന്യാധിപനാവോ? അല്ല, ഞാൻ ഈ വിലയിരുത്തലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് സമുദായത്തെയോ മതത്തെയോ ഈവൻ രാഷ്ട്രീയ പാർട്ടികളെയോ എല്ലാം വോട്ടർമാർ എന്ന നിലക്കാണ്. കാരണം കേരളത്തിലെ വോട്ടർമാർ അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളുകളാണ് പൊതുവെ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം? LDFന് വോട്ട് ചെയ്യാൻ കാരണങ്ങളുണ്ട്. LDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ നേതാവ്, ഭരണ തുടർച്ച തുടങ്ങിയ കാര്യങ്ങൾക്ക് LDFന് വോട്ട് ചെയ്യാം. UDFനാണെങ്കിൽ തിരിച്ചും വോട്ട് ചെയ്യാം. ഈ LDFൻ്റെ ഭാഗത്തുണ്ടായ പല വീഴ്ചകൾക്കെതിരെ വോട്ട് ചെയ്യാം. പക്ഷേ BJPക്ക് എന്തിനു വോട്ട് ചെയ്യണം? കേരളത്തിൽ വന്ന നരേന്ദ്രമോദി എത്ര തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ എത്ര തവണ വന്നു? കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു? ബജറ്റ് വന്നു, ബജറ്റിൽ എന്തെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു? കേരളത്തിൽ നിന്നൊരു MP അവർക്കുണ്ട്, ലോക്സഭാ MP സുരേഷ് ഗോപി. തൃശ്ശൂരിനായി എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചോ? ഒന്നുമില്ല. പക്ഷേ ഇവർ നൽകുന്ന മെസ്സേജ് എന്താണ്? കേരളത്തിൽ BJP ഭരിക്കുകയാണെങ്കിൽ ഇവിടെ പദ്ധതികൾ വരും, കേന്ദ്ര പദ്ധതികൾ വരും, ഇവിടെ പണം ഒഴുകും, പദ്ധതികൾ ഒഴുകും എന്നാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ കേരളം BJP ഭരിക്കുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വോട്ടർ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള BJPയെ ഓരോ മണ്ഡലത്തിലും വിജയിപ്പിച്ചതുകൊണ്ട് എന്ത് കാര്യമാണ് വോട്ടർക്ക് ലഭിക്കുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വോട്ടർമാർ ബുദ്ധിപരമായി വോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, BJPക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്ന്. ഇത് മാത്രമല്ല, ഓരോ മണ്ഡലത്തിലും BJPയെ തോൽപ്പിക്കാൻ കാരണങ്ങളുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലാണെങ്കിൽ BJP തോൽക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ തന്നെയാണ്. കാരണം കെ സുരേന്ദ്രൻ മഞ്ചേശ്വരവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം മഞ്ചേശ്വരത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും കാലുകുത്തുന്നത്. അതുതന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ പരാജയം. രണ്ടാമത്തെ കാരണം, അവിടെ SIRമായി ബന്ധപ്പെട്ട് BJPയുടേതായ ഇരട്ട വോട്ടുകൾ 8000-ലധികം അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അത് UDFൻ്റെ ശക്തമായ ഇടപെടൽ കാരണമാണ് അങ്ങനെ വിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല. കഴക്കൂട്ടത്താണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനാണ്. വോട്ട് പരമാവധി അദ്ദേഹത്തിൻ്റെ കീശയിലെത്തിക്കാൻ അദ്ദേഹത്തിന് എല്ലാവിധ കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് അങ്ങനെ ഒരു സാധ്യത BJPക്ക് കുറയുകയാണ്. നേമത്തും നേരത്തെ ഞാൻ സുരേന്ദ്രൻ പറഞ്ഞ പോലുള്ള അതേ ഒരു പ്രശ്നം അവിടെയുമുണ്ട്. രാജഗോപാൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തിനും കേരളത്തിനും പല പദ്ധതികളും കൊണ്ടുവരാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ നേമത്ത് അദ്ദേഹം MLA ആയ സമയത്ത് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ള അവിടുത്തെ നാട്ടുകാർ പറയും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു BJP MLA വന്നതിൻ്റെ ദോഷം അനുഭവിച്ചവരാണ് നേമത്തുകാർ. അതും നേമത്ത് പ്രതിഫലിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് BJP തോൽക്കാനുള്ള സാധ്യത. നേമത്തൊരു സാധ്യത 50%-ലധികം വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേമ നിയോജക മണ്ഡലത്തിൽ നേടിച്ചത്. അതൊരു വളരെ പ്രധാനപ്പെട്ട. അത് ലോക്സഭ നിയമസഭ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. നിയമസഭാ മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെ വോട്ടർമാർക്ക് ഇത്തവണ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ഈ തെരഞ്ഞെടുപ്പിൽ BJP പൂർണ്ണമായി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ക്രൂശിക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ശോഭാ സുരേന്ദ്രനായിരിക്കും. പാലക്കാട് നടന്ന 2 ഇൻസിഡൻസ് ആണ് അവർ കാരണമായി പറയുക. മറ്റൊരു കാരണവും അവർ കാരണമായി പറയില്ല. ശോഭാ സുരേന്ദ്രൻ പണം നൽകിയതും രണ്ടാമത് പിഷാരടിയെ തടഞ്ഞതും, ഈ 2 കാരണങ്ങൾ കൊണ്ട് തോറ്റു എന്നായിരിക്കും അവസാനം വാർത്താ സമ്മേളനത്തിൽ മിക്കവാറും BJPക്കാർ പറയാൻ സാധിക്കും. യെസ്, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തിന് BJPക്ക് വോട്ട് ചെയ്യണമെന്ന ചോദ്യത്തിന് ഇപ്പോഴും തൃപ്തികരമായൊരു ഉത്തരം നൽകാൻ BJP നേതാക്കൾ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, BJPക്കെതിരെ വോട്ട് ചെയ്യാൻ FCR ഉൾപ്പെടെ നിരവധി കാരണങ്ങളുണ്ട് താൻ. അപ്പോൾ കോർ കമ്മിറ്റി വിലയിരുത്തുകയാണ് ഇത്തവണയും പച്ചതൊടില്ല എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. മെയ് 4 വരെ കാത്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചാരണ വിഷയം വയനാട്ടിലെ വീടുകൾ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയും ഉദ്ഘാടനം കഴിഞ്ഞു, ലീഗിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിലും ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഒരു വിഷു കൂടി കഴിയുമ്പോഴും അവിടെ ഒറ്റ വീടുകളിൽ പോലും വയനാട്ടിലെ ദുരന്തബാധിതർ താമസമാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഈ വീടുകൾ ഇപ്പോഴും വൈകുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അജിംസ്
വിഷു കഴിഞ്ഞിട്ടും വയനാട്ടിലെ വീടുകൾ പൂർത്തിയാക്കും? ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെ എടുക്കുന്നേയില്ല ഈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ വിഷയത്തിൽ. ഒന്നാമത്തെ കാര്യം, ദുരന്തം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിയമത്താൽ നിർവചിക്കപ്പെട്ട ഭരണഘടനാപരമായ പിൻബലമുള്ള ഒരു ഫിനോമിനോണാണ്. ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ആരാണ് ദുരന്ത നിവാരണം നടത്തേണ്ടത്, അതിനുശേഷമുള്ള പുനരധിവാസം ആരാണ് നടത്തേണ്ടത്, കൃത്യമായ നിയമം ഈ രാജ്യത്തുണ്ട്. എന്നിരിക്കെ മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസവും ദുരന്ത നിവാരണവും നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൽ കൊടുക്കില്ല, അവരത് കയറ്റു വരുവാണ്, ഞങ്ങൾ സ്വയമായി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തമായി ചെയ്തു. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ അവർ വിഷമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അവിടെയാണ് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് നിയമപരമായി ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കർത്തവ്യത്തെ ഓഡിറ്റ് ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഈ ചോദ്യം ആരും ഉന്നയിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെയാണ് ഇത് വൈകിയത് എന്നുള്ള ക്വസ്റ്റനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ഇവരെ പുനരുദ്ധരിക്കാൻ ഭൂമി എവിടെ എന്നുള്ളതായിരുന്നു ചോദ്യം. ഭൂമി അന്വേഷിച്ച് സർക്കാർ ഇങ്ങനെ ഓടിപ്പാഞ്ഞെടുക്കുകയാണ്. ഏത് സർക്കാർ ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞത്? വയനാട് ജില്ലയിൽ. വയനാട് ജില്ല എന്ന് പറഞ്ഞ ജില്ലയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. 1.5 ലക്ഷം ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു കമ്പനിയുടെ ഭൂമിയുള്ള സ്ഥലമാണത്. നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഈ മരിച്ച ആളുകളെ അടക്കാൻ കൊണ്ടുപോയത് എവിടെയാണെന്നറിയോ? ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റ് ഭൂമിയിലാണ്. ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റ് ഭൂമി ഞങ്ങൾ വിട്ടു തരില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ സംസ്ഥാന സർക്കാർ എന്തോ ഓർഡറൊക്കെ ഇറക്കിയിട്ടാണ് ഏറ്റെടുത്തത്. ഈ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്, പൊതുഭൂമിയാണ്. തോട്ടം മേഖലയ്ക്ക് വേണ്ടി സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്. ആ പാട്ടക്കരാറിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. പാട്ടക്കരാർ തന്നെ പലവട്ടം അവർ ലംഘിച്ചതാണ്. അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരും ഹാരിസൺ മലയാളം ലിമിറ്റഡും തമ്മിൽ കോടതിയിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ ദുരന്ത നിവാരണത്തിന് ഭൂമി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട് പണിയാൻ കഴിഞ്ഞില്ല, വൈകിപ്പോയി എന്നുള്ള വാദം നിലനിൽക്കാത്തതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിന് ആവശ്യത്തിലധികം ഭൂമി സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭൂപ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാവുന്ന ഭൂമി സംസ്ഥാന സർക്കാരിന് സ്വന്തമായി ഇവിടെയുണ്ട്. അത് നിയമ പോരാട്ടം നടത്തി തിരിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് സ്വരുക്കൂട്ടുന്നതിൽ സർക്കാരുകൾ വീഴ്ച വരുത്തിയിരിക്കുന്നു. അതിൽ പിണറായി വിജയൻ സർക്കാർ രൂക്ഷമായ വിമർശനം നേരിടേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹാരിസൻ്റേത് ഉൾപ്പെടെയുള്ള ഭൂമികളെ തിരികെ പിടിക്കാൻ, പ്രത്യേകിച്ചും ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഭൂമി തിരികെ പിടിക്കാൻ വേണ്ടി ഒരു രാജമാണിക്യം കമ്മീഷനെ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ഓർമ്മയുണ്ടാവും. അത് കോടതിയിൽ കേസ് നടക്കുമ്പോൾ തന്നെയാണ് സമാന്തരമായിട്ട് കമ്മീഷൻ നിയോഗിച്ചത്. കമ്മീഷൻ പറഞ്ഞത് പുതിയൊരു നിയമനിർമ്മാണം പോലുമില്ലാതെ തന്നെ ഈ ഭൂമി മുഴുവൻ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ അവർക്ക് കരമടയ്ക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കുകയാണ് ചെയ്തത്. അത് എന്ന് മാത്രമല്ല, അത് എപ്പോഴാണ് അനുമതി കൊടുത്തതെന്നറിയോ? ഈ ഭൂമിയുടെ തർക്കം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴ്ക്കോടതികളിൽ സംസ്ഥാന സർക്കാർ ഹാരിസൺ മലയാളം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന്, അതിൽ ഇവരുടെ കൃത്യവിലോപമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കരാറില്ലാതെ അവർക്ക് ഊരാളുങ്കലിന് കരാർ കൊടുക്കുന്നത്? എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് അവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ക്വസ്റ്റ്യൻ നിൽക്കുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതിനെ ചോദ്യം ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. കാരണം 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് 2 മാസം മുമ്പ് മാർച്ച് 3-ാം തീയതി കേരളത്തിലെ സ്വകാര്യ കരാറുകാരുടെ സംഘടന ഒരു വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഊരാളുങ്കൽ ഇങ്ങനെ കണ്ണടച്ച് ഇത് കരാർ കൊടുക്കരുത്. ഉമ്മൻചാണ്ടി സർക്കാരിനോട് പറയുന്നത്. അന്ന് ഇലക്ഷൻ നടന്നിട്ടില്ല. കാരണം ഈ തൊണ്ടയാട് ബൈപ്പാസ് ഉൾപ്പെടെ രാമനാട്ടുകര ബൈപ്പാസ് ഉൾപ്പെടെയുള്ള അധിക തുകയ്ക്കാണ്, എസ്റ്റിമേറ്റ് തുകയേക്കാൾ അധിക തുകയ്ക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഊരാളുങ്കലിന് കൊടുത്തത്. അപ്പോൾ ഊരാളുങ്കൽ CPM-ന്റെ ഒരു ബിനാമിയാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം നിലനിൽക്കില്ല. കാരണം ഇത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച കാര്യമാണ്. ഉമ്മൻചാണ്ടി ചെയ്ത അഴിമതിയാണെങ്കിൽ LDF സർക്കാർ ചെയ്യുന്ന അഴിമതിയാണ്. അപ്പോൾ രണ്ട് പാർട്ടികളും ഈ പറയുന്ന ഡിലേയിൽ ഉത്തരവാദികളാണ് എന്നാണ് എൻ്റെ വാദം. ശരി ജിമ്മി, എന്താണ് സർക്കാരിൻ്റെ പദ്ധതിയിൽ സംഭവിക്കുന്നത്? ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കാര്യത്തിൽ അജിംസ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ വലിയ ഡിബേറ്റിന് വെക്കേണ്ട ഒരു സാധനമാണ്. എന്തുകൊണ്ട് അവധാനതയുണ്ടായി, എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി, എന്തുകൊണ്ട് ഡിലേ ആയി, ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. ഈ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 1.5 മാസമായി. ഇലക്ഷനും കഴിഞ്ഞു. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടനം നടത്തി തട്ടിക്കൂട്ടി പരിപാടി നടത്തി താടി തപ്പിയതാണ് സംസ്ഥാന സർക്കാരെന്ന് വ്യക്തമായി തെളിയുന്ന ഒരു കാര്യമാണ്. എനിക്കതിൽ മാത്രമേ പരാതിയുള്ളൂ. ചിലപ്പോൾ ഇതൊരു ടൗൺഷിപ്പാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ സമയത്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല, അതിന് ഒരുപാട് ഡിലേ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ശരി. അതിനകത്ത് അജിംസ് പറഞ്ഞ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ വേറെ രീതിയിൽ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ നുണ പറഞ്ഞു, ഇതിപ്പോൾ ചെയ്യും, ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരും, സൈൻറ്റ് ഗോബൈൻ്റെ എന്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു, വീട് റെഡി ആയിട്ടുണ്ട്, താക്കോൽ നിന്നാ പിടിച്ചോ. പക്ഷേ വീട്ടിൽ കയറുന്നത് എന്തുകൊണ്ടാണ് കാര്യം? വീടിനകത്ത് ബാത്റൂമിൽ പോയാൽ ഫ്ലഷ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്രെയിനേജിൻ്റെ പണിയായിട്ടില്ല, കുറേ വീടുകൾ ഒന്നും ആയിട്ടില്ല. എങ്കിൽ പിന്നെ ഉദ്ഘാടനം എന്ന് പറയുന്ന തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിക്കരുതായിരുന്നു. പറഞ്ഞത് നുണയാണെന്നും ഈ പരിപാടി നടന്നിട്ടില്ലെന്നും ഇത് തീരില്ലെന്നും വ്യക്തമാണ്. കരുതുന്നത് ഈ വിഷു അല്ല, ഇനിയിപ്പോൾ ഒരു 4 മാസം കഴിയാതെ തീരില്ലെന്ന് ആണ് അവിടെ പോയി കാണുന്ന ആർക്ക് മനസ്സിലാവുക. കള്ളത്തരമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇലക്ഷൻ്റെ പേരിൽ ഈ പിണറായി വിജയൻ സർക്കാർ കാണിച്ചത്. നാണക്കേടാണ്. എനിക്ക് അത്രയും പറയാം. നൗഫൽ, അടുത്ത വർഷം വരാറായി, ഉദ്ഘാടനത്തോടെ ചൂട് കുറഞ്ഞോ? അല്ല, ജിമ്മി പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാൻ അത്രയേ ഉള്ളൂ. അതായത് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ എപ്പോഴും പറഞ്ഞിരുന്നൊരു ആരോപണം എന്താണ്?
തറക്കല്ലിടൽ മാത്രമാണ്, പണിയൊന്നും നടത്താറില്ല എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അത് മെട്രോയെ സംബന്ധിച്ചാണെങ്കിലും കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. തറക്കല്ലിനേക്കാൾ കുറച്ച് മേലേക്ക് ഉയർന്നു എന്നല്ലേ ഉള്ളൂ. പറഞ്ഞ പോലെ ഉദ്ഘാടനം നടത്തി, സമ്മതിച്ചു. പണി പൂർത്തിയായിട്ടില്ല, അതും സമ്മതിച്ചു. പക്ഷെ എന്ന് പൂർത്തിയാകും, എന്ന് അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുമെന്ന് ആ മാർച്ച് 1 മുഖ്യമന്ത്രിക്ക് അവിടെ പറയാൻ പറ്റണമായിരുന്നു. അത് പറഞ്ഞില്ല. പറഞ്ഞത് ഏപ്രിൽ 1 കൂടി കയറി താമസിക്കാൻ കഴിയും എന്ന് ഒരു പ്രതീക്ഷ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് ഇനിയും എന്ന് പറയാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം 5 സോണുകളിലായിട്ടാണ് പണി പൂർത്തിയാക്കേണ്ടത്. 178 വീടുകളുടെ പണിയെങ്കിലും പൂർത്തിയാക്കണം. അത് ഒരു ടൗൺഷിപ്പാണ്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പൊതു സ്ഥലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, പൊതു കളിസ്ഥലമുണ്ട്, കമ്മ്യൂണിറ്റി ഹാളുണ്ട്, അങ്ങനെ കുറേ സംഗതികൾ വേറെ, അങ്കണവാടികളുണ്ട്, ഹെൽത്ത് സെൻ്ററുകളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ എപ്പോൾ പണി തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അത് വിഷു കഴിയട്ടെ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷു കഴിഞ്ഞ് ഇനിയാണ് അതിൻ്റെ പണി ആരംഭിക്കുന്നത്. എഴുതി വെച്ചോ, ഈ അടുത്ത കാലത്തെങ്ങും ഈ ടൗൺഷിപ്പിലെ മുഴുവൻ വീടുകളും പണിത് തീരാൻ പോകുന്നില്ല. ചിലപ്പോൾ 1 വർഷം വരെ ചിലപ്പോൾ കാത്തിരുന്നാലും. അതുകൊണ്ട് വേറെ സംഭവം കൂടി ഉണ്ട്. ഇവർക്ക് മാസം കിട്ടിയിരുന്ന പൈസ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി സർക്കാർ പരിഗണിക്കേണ്ടി വരും. മെയിൻ ആയിട്ടുള്ള 2 റോഡിന്റെ പണി അന്ന് ഉദ്ഘാടന സമയത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഇടറോഡുകളൊക്കെ ഇന്റർലോക്ക് ഇട്ടിരുന്നല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഇന്റർലോക്ക് പൊളിച്ചുകൊണ്ട് പോയി. ആ ലോണുകളൊക്കെ അവിടെ പാകി, ലോണുകൾ, ഗാർഡൻ, അതൊന്നും കാണാൻ എല്ലായിടത്തും പോയി. ശരി, ഹോർമുസിലെ ഉപരോധ യുദ്ധവും പാളുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്. അജിംസ്, തോറ്റുകൊടുക്കുകയാണോ ട്രംപ്? തോറ്റുകൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സേഫ് തന്നെ പറ, ഇനി ട്രംപ് എന്ത് ചെയ്യും? അതായത് യുദ്ധം ചെയ്യാൻ പോയിട്ട് അവിടെ ഒന്നും നടക്കില്ല, റെജീം ചേഞ്ച് നടക്കില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. വെറുതെ പണം ചിലവാക്കി ഒരു യുദ്ധം നടത്താം, കുറേ ആൾക്കാരെ കൊല്ലാമെന്നല്ലാണ്ട് അവിടെ ഭരണം മാറ്റാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്ക് മുമ്പ് തുറന്നിരുന്നതാണ്, യുദ്ധം തുടങ്ങിയതിന് ശേഷം അടച്ചു. വീണ്ടും അത് തുറക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. അവിടെ പോയിട്ട് ഇപ്പോൾ ഉപരോധം നടത്തുന്നു. മൊത്തം ഒരുതരം അപഹാസ്യരായി മാറുന്നു. അമേരിക്ക അപഹാസ്യരായി വരുന്നൊരു കളിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ 2ാം വട്ട ചർച്ചയിൽ ഇപ്പോൾ അല്പം മുമ്പ് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞെന്താണ്, ഞങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ യുദ്ധത്തിനല്ല നിൽക്കുന്നത്. പക്ഷേ ചർച്ച എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കലല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങളുടെ ഡിമാൻഡ് അമേരിക്ക അംഗീകരിക്കലാണ്. കാരണം അവർ ഇറാനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക, അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചു. ഒരു പരമോന്നത നേതാവിനെ വധിച്ച് അവരുമായി യുദ്ധം ചെയ്ത ഒരു രാജ്യത്തോട് അവർ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഡിമാൻഡ് ഇവർ കേൾക്കില്ല. ഇവർ ഡിമാൻഡ് അങ്ങോട്ട് വയ്ക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താണ്? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്. അമേരിക്കയ്ക്ക് അത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അത് അംഗീകരിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അതായത് ഇറാൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ വരാണ്. ഇറാൻ പറഞ്ഞത് യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല, ഇത് അവസാനിപ്പിക്കുന്നതും ഞങ്ങളായിരിക്കും എന്ന് പറയുന്ന പോലെ അവരുടെ ടേബിളിലാണ് ഇപ്പോൾ പന്ത്. ജിമ്മി, ഉപരോധ യുദ്ധം പാളിയത് എങ്ങനെയാണ്? ഒറ്റ പോയിന്റേ ഉള്ളൂ ഇതിനകത്ത്. ട്രംപ് പറയുന്നു യുദ്ധം തീരാൻ പോകുന്നു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലത്തെ കണക്കെന്താ, 10,000 സൈനികരെ കൂടി അമേരിക്ക ഗൾഫിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞില്ലയോ എന്നുള്ളത് ഇത് കാര്യമാക്കണ്ട എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇയാൾ കഴിഞ്ഞ 30 ദിവസമായിട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഓരോരുത്തരും കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഇത് എവിടെ പോയി എത്തിയാനെ? ഒരു തരത്തിലും സെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ വേറെന്തോ സെൻസുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ജൽപ്പനങ്ങളാണ്. ഇയാളുടെ മാനസിക നില പരിശോധിക്കണമെന്ന് അമേരിക്കയിലെ സൈക്കാട്രിക് അസോസിയേഷനിലെ ചില ആളുകൾ സംസാരിച്ചു തുടങ്ങി അമേരിക്കയിൽ നിന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് അപ്സെറ്റ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞാൽ ചൈനീസ് പ്രീമിയറുമായ ഒരു ഉച്ചകോടിയുണ്ട് ട്രംപിന്. അവിടെ പോയി ട്രംപ് എന്ത് പറയും? ഇതെങ്ങനെ നടക്കും? ഈ വിഷയം പരിഹരിക്കപ്പറ്റുന്നതിൻ്റെ പ്രശ്നം ചൈന ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. ചൈനീസ് കപ്പലുകൾ കാത്തു കിടക്കുകയാണ്. ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതുണ്ട്. തടഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യേണ്ടത് ഇറാനായിട്ടല്ല, ചൈനയുമായിട്ടാണ്. ചൈനയെ ഇടിക്കാൻ അമേരിക്ക ഒരല്പം ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ ചരിത്രത്തിൽ നാണക്കേടിൻ്റെ അധ്യായമായി ഇറാൻ വാർ മാറുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.